നിങ്ങളൊരു പുതിയ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം പല കസ്റ്റമേഴ്സും പുതിയൊരു ബ്രാൻഡിങ് നമ്മുടെ ഇവിടെ നമ്മളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നതാണ്. അപ്പം നമ്മുടെ ഇവിടെ പല കസ്റ്റമേഴ്സും വരുമ്പോൾ ഫസ്റ്റ് അവർ ബ്രാൻഡിങ് നെയിം ഇല്ലാണ്ടാണ് ഐറ്റം സ്റ്റിച്ച് ചെയ്യുന്നത്. അതും നല്ല ഡിസൈൻ ആയിരിക്കും, നല്ല ഫാബ്രിക്, നല്ല ക്വാളിറ്റി എല്ലാം ആയിരിക്കും. എന്നാലും അവർക്കൊരു അവരുടെ ഒരു പീസാണെന്ന് അറിയിക്കത്തക്ക വണ്ണമായിട്ടുള്ള അവർക്കൊരു ലേബിൾസ് കാണില്ല. ചിലപ്പം ലേബിൾസ് കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ലേബിൾസ് വരുന്നതിന് മുമ്പ് തന്നെ ഐറ്റം ഡെലിവറി ചെയ്യുന്നവരുണ്ട്. ഫസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെപ്പോഴും ലേബിൾസ് ഫസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബ്രാൻഡിങ് ലേബിൾ നമുക്ക് പല ടൈപ്പിൽ കിട്ടും, പല ഡിസൈനിൽ, പല ഫാബ്രിക്കിൽ, പല മെറ്റീരിയൽ എല്ലാം കിട്ടും. അതിൽ ഏറ്റവും നല്ലത് ഈ സാറ്റിൻ ടൈപ്പ് ഫാബ്രിക്കിലൊക്കെ ചെയ്യുന്നതിലും ഏറ്റവും ബെറ്റർ. സാറ്റിൻ ഇപ്പോൾ എൻ്റെ സാമ്പിൾ കാണിക്കാനായിട്ടില്ല. ഇതേപോലെ കോട്ടനൊക്കെ ആണെങ്കിൽ നല്ല കേട്ടോ. എന്ന് വെച്ചാൽ ചിലവർ ഇടുമ്പം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ക്ലോത്തിൽ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു പോർഷനിലായിരിക്കും ലേബിൾസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പം ഈ ഒരു സൈഡിലായിട്ട് ഇറിറ്റേറ്റിംഗ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഒരു സാറ്റിൻ ഫാബ്രിക് അങ്ങനെയുള്ള ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇച്ചിങ് ഉണ്ടാവും. അപ്പോൾ അവർ കട്ട് ചെയ്ത് കളയും. ഇതേപോലുള്ള കോട്ടൺ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നല്ലൊരു കോട്ടൺ ആകുമ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർക്കും അങ്ങനെ പ്രശ്നമൊന്നും ഉള്ളതല്ലല്ലോ. പിന്നെ ഈ ഒരു ടൈപ്പ് വരും, സ്ക്വയർ ടൈപ്പ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ സൈസിൻ്റെ ഈ സൈസ് ടാഗ് കാണും. L, M, XL, XXL ഈ ഒരു ടാഗും കൂടെ പ്രിൻ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ ഒരു സൈസിൽ ഇങ്ങനെ S, M, L, XL, XXL, 3XL ആണെങ്കിൽ അങ്ങനെ നമ്മൾ എത്രയോ സൈസ്, അങ്ങനെ ഒരു സൈസിൽ തന്നെ ചിലപ്പോൾ നമ്മൾ 1000 പീസസൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സൈസ് ഇല്ലാണ്ട് ചെയ്യുന്നതാണ് ബെറ്റർ. നമ്മളൊരു സ്റ്റാർട്ടപ്പ് പേജൊക്കെ ആകുമ്പം നമുക്ക് അത്രയും ബിഗ്ഗായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല. ചെറിയ ക്വാണ്ടിറ്റി ഒരു റോള് മതി. അപ്പം നമ്മുടെ പേര് മാത്രം വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നതാണ്. സൈഡിൽ അത് വേറൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരാം. സ്റ്റിച്ച് ചെയ്ത പീസസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ചെറിയ ബ്ലാക്ക് ലെറ്ററിൽ എഴുതിയ ടാഗ് ആഡ് ചെയ്യും. അപ്പം അത് യൂഷ്വലി നമ്മൾ അങ്ങനെ ഈ ഒരു ഇതേപോലെ ഇതിനകത്തൊന്നും ഇതിനകത്തൊന്നും സൈസ് വെച്ചിട്ടില്ല കണ്ടോ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഒരു റോളേ ഉള്ളൂ കണ്ടോ. ഈ റോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റ റോളിൽ നമുക്ക് ഒരുപാട് പീസസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2000 പീസസിൻ്റെ 2000-3000 പീസസ് ഉണ്ട്. അപ്പോൾ അത്രയും പീസസ് കിട്ടും. ഇതൊക്കെയെന്ന് പറയുന്നത് ഇങ്ങനെ ബഞ്ചായിട്ട് വരും. ഇതൊക്കെയെന്ന് പറയുന്നത് ഇത് തന്നെ ഒരു 1000 പീസ് M, L, XL. അപ്പം മൂന്നെണ്ണം ഞാൻ കസ്റ്റമർ ചെയ്തിട്ടുള്ളൂ. XXL ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. അപ്പോൾ അത്രയും ഉണ്ടെങ്കിൽ ഈ ഓരോ സൈസ് ചിലപ്പോൾ നമ്മൾ ചില ഡിസൈനിലൊക്കെ മീഡിയം സൈസ് മാത്രമായിരിക്കും ചെയ്യുന്നത്, ചില ഡിസൈനിലൊക്കെ ലാർജ് സൈസ് മാത്രമായിരിക്കും. അതിപ്പം ഓരോ ബ്രാൻഡിങ്ങിൻ്റെ എൻക്വയറി അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമായിട്ട് ചെയ്താൽ നമ്മൾക്ക് ആ ഒരു സൈസ് മാത്രമായിട്ട് പിന്നെ ചെയ്ത് കിട്ടൂല. പിന്നെ നമ്മൾ വീണ്ടും L, XL, XXL അങ്ങനെ വീണ്ടും 4 സൈസായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ശരിക്കും നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ സൈസ് ഇല്ലാണ്ട് നമ്മുടെ പേര് മാത്രം വെച്ചിട്ട് ഇതുപോലെ ഇതൊക്കെ ഡബിൾ ഫോൾഡിങ് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരുവേ, ഈ ഒരു രീതിയിൽ വരും സ്റ്റിച്ചിങ്. ഇതൊക്കെ ആകുമ്പോൾ ഭംഗിയാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റുകൾ, പിക്ചേഴ്സ്, കളറ് എല്ലാം സെലക്ട് ചെയ്ത് ഇതാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലേബൽ സ്റ്റിച്ച് ചെയ്ത പീസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ലേബലിൻ്റേതായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡിങ് തുടങ്ങുമ്പോൾ ക്ലോത്തിൻ്റേതായിട്ടോ സ്റ്റിച്ചിങ്ങിൻ്റേതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.